നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ അടുത്തിരുന്ന് ചോദിച്ചു, നീ ആരോടാ? സുരേഷ് ഗോപിയോ? അപ്പം ഞാൻ വീണ്ടും സ്മെല്ല് അതുകൊണ്ട് അടിച്ച്, അതാണ് ഞാൻ ഒരു ഇത് കാണിച്ച് എന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. അപ്പം സുരേഷ് ഗോപിയുടെ സംഭവമായിട്ട് സാമ്യമുള്ളതുപോലെ തോന്നി. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകും. എന്നിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് പഠിച്ചു. തന്തയില്ലാത്തവൻ അവനവനെ ജനിപ്പിച്ചവനോട് തന്നെ പുച്ഛം തോന്നുമ്പോ ആരുടെ മുഖത്ത് നോക്കി തന്തയില്ലാത്തവനെന്ന് പറയാം. Yes, he is a third-rate bastard and a real pain in the Dashandaya police department and he got that deserved. അവൻ അർഹിച്ച മരണം അവന് കിട്ടി. What did he deserve? വണ്ടിക്കിടയിൽപ്പെട്ട് മരിക്കുന്ന തെരുവുകുട്ടിയുടെ മരണം പോലും താൻ അർഹിക്കുന്നില്ല. You are a bloody pain in the Dashandaya society. പോയി അങ്ങനെയാണോ രാജാ സാഹിബ് എന്നെ അനുകരിക്കാൻ പഠിപ്പിച്ചത്? വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് നോർമലി പുള്ളി സംസാരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കാനും ഈ ഒരു ടീച്ചർ കാരണം സാധിച്ചു. എന്തായാലും എല്ലാത്തിനും പഠിച്ചവരും നന്ദി പറയുന്നു. എൻ്റെ സുഹൃത്തുക്കൾ, ഇനിയുടെ സുഫൈലിൻ്റെ ഒരു നല്ല പ്രസംഗം അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. നല്ലൊരു കലാകാരനോടൊപ്പം സാഹിത്യകാരനും അതുപോലെ പല പരിപാടികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പ്രോപ്പർട്ടീസ്, നമ്മുടെ ആർട്ട് പ്രോപ്പർട്ടീസ്, ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസൊക്കെ കൊടുക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ 1-2 സ്പീച്ചും ഉണ്ടാവും. അദ്ദേഹത്തിനും കൂടെ വേണ്ടി ഞാൻ 1-2 പരിപാടികൾ ഇവിടെ ചെയ്തു. എന്തായാലും എല്ലാവരുടെ ഭാവങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തൻ്റെ തുണയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഇഷ്ടമായോ? ഹാപ്പി അല്ലേ?